ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് പുറത്തു പോവാണ് ഗൈസ്. അപ്പം ഇന്ന് പുറത്തു പോകുന്നതിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. നമ്മുടെ ചേച്ചിമാരെ ഞാൻ ലോങ് വീഡിയോയില് ഹോസ്റ്റലിലെ ഒരു വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ നന്ദുകൂടെ തണ്ണീർമുഖത്ത് പോകുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഹോസ്റ്റലിലെ, അതായത് ഞങ്ങളുടെ ഞാൻ പി ജിയിലാണ് നിൽക്കുന്നത്. അത് ബേസ് ചെയ്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇൻട്രോ വീഡിയോ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ ആണ്. നമ്മുടെ ചേച്ചിമാരെയൊക്കെ ഞാൻ ഷോർട്സിലൂടെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പം നമ്മുടെ ചേച്ചിമാര് 3 പേര് പോവാണ് ഗൈസ്. അപ്പൊ ഇത്രയും ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് നമ്മുടെ അനിയ ചേച്ചി വർഷേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് നന്ദു ഞാൻ ഇവിടെ വന്ന് 1 വർഷം കഴിഞ്ഞാണ് വന്നത്. അപ്പം അതിനു മുമ്പ് നമ്മുടെ അനിയ ചേച്ചി വർഷേച്ചിയും പിന്നെ വേറെ കുറച്ച് ചേച്ചിമാരായിരുന്നു ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം 3-4 വർഷമായി ഇവിടെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇനി അവര് അടുത്ത ആഴ്ച പോവാണ്. അപ്പം അവരെല്ലാവരുമായിട്ട് നമ്മളൊന്നും പുറത്തു പോകാന്ന് വിചാരിച്ചു. ഇപ്പം ഒത്തിരി നാളായി നമ്മളെല്ലാവരും ഒന്ന് പുറത്തൊക്കെ പോയിട്ട്. അപ്പൊ ഏതായാലും പുറത്തു പോകാന്ന് വിചാരിച്ചു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരാളോട് ഉണ്ട് ഗൈസ്, നമ്മുടെ രശ്മി ചേച്ചി കുറച്ച് നാളെ ആയിട്ടോള് വന്നെങ്കിലും രശ്മി ചേച്ചി ഞങ്ങളുമായിട്ട് ഭയങ്കര കൂട്ടാണ്, ഭയങ്കര ബോണ്ടാണ്. രശ്മി ചേച്ചി എന്റെ നാട്ടുകാരി ആയതുകൊണ്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും വെച്ച് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവര് രണ്ടുപേരെയും കാണാൻ പറ്റുമായിരിക്കും. എന്നാലും രശ്മി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും നമുക്ക്. പിന്നെ നമ്മുടെ സമയമുണ്ട്, നന്ദുവാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. നമ്മളൊന്ന് പുറത്തു പോവാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് പുറത്തു പോകണം. അപ്പൊ ഏതായാലും നമ്മുടെ ഗൈസുകളെ എല്ലാം വിളിക്കാം. ഗൈസ് വരൂ ഗൈസ്. ഇതാണ് നമ്മുടെ രശ്മി ചേച്ചി, നമ്മുടെ അരിക ചേച്ചി, ഇത് വർഷ ചേച്ചി, എല്ലാവരും ഉണ്ട്. ഇത് നമ്മുടെ സമി. വേറെ 2 പേരുടെ ബർത്ത്ഡേയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തു പോകാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഒന്ന് പുറത്തു പോയി ചെറിയായിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഞാൻ കാണിക്കാം ഗൈസ്. ഇപ്പൊ ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ഇവിടെ നോക്ക്. എവിടെ പോ സമി? എവിടെ പോ ചേച്ചി? എവിടെ? ഓഹോ. അപ്പൊ അതിനു മുമ്പ് ഒരു ചെറിയ ഗെറ്റ് ടുഗദർ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാനും നന്ദു വരാൻ വേണ്ടിയാണ് ഇവർ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. ഞങ്ങൾ വന്നിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്നത് എന്നത്തെയും പോലെ വീഡിയോക്കകത്ത് കാണിക്കുന്ന പോലെ കാണിക്കാൻ പോയതാണ്. ഇപ്പം ചെറിയിൽ ഉരുണ്ട് വീണേനെ ഗൈസ്. എന്ത് ചെയ്യാന്, അതാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ നിരന്ന് നടക്കുന്നുണ്ട് ഗൈസ്. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ നിരന്ന് നടക്കുമ്പോൾ ഒരു മനസ്സുഖം. പുറകിൽ നിന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട്. നമ്മളതെല്ലാം ശ്രദ്ധിച്ചാണ് ഗൈസ് നടക്കുന്നത്. ഹായ് ഗൈസ്, നമ്മളെല്ലാവരും കൂടെ ചേർത്തല വരെ പോവാണ് ഗൈസ്. ബിക്കോസ് അത് ഞാൻ ഇൻട്രോയിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. ഇപ്പം ഏതായാലും നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പി ജിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജംഗ്ഷൻ എത്തിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഓട്ടോയ്ക്കാണ് പോകുന്നത്. നമ്മുടെ സമയമുണ്ട്, നന്ദു ഉണ്ട്, ലക്ഷ്മി ചേച്ചി ഉണ്ട്, വർഷുണ്ട്, അനിന ചേച്ചി ഉണ്ട്, എല്ലാരും ഉണ്ട്. ഉണ്ണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞങ്ങള് ചേർത്തല വരെ പോവാണ്. അതെല്ലാം ഞാൻ ഇൻട്രോയിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ഏതായാലും നമുക്ക് പോവാം. നമ്മൾ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന വോയിസ് എങ്ങനെയോ കട്ടായി പോയി ഗൈസ്. തനിയെ കട്ടായതാണ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ജംഗ്ഷനിൽ വന്ന് ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. കാരണം ബസ്സിൽ പോയാൽ താമസിക്കും. ഞങ്ങളെല്ലാവരും കൂടെ നിരന്നടിച്ച് എല്ലാം കൂടെ വരിയായി കയറുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഗേൾസ് ഗ്യാങ് ആണ്. നമ്മൾ മടിയിലിരുന്ന് ഒക്കെയാണ് പോയത്. അതും ഒരു രസമാണല്ലോ അല്ലേ? അങ്ങനെ പോകുന്നവർക്കറിയാം അതിൻ്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ. നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഗൈസ് നമ്മുടെ ചേർത്തലേക്ക്. അതായത് നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ചേർത്തലേക്ക്. അനീന ചേച്ചി രശ്മി ചേച്ചിയുടെ മടിയിലാണ് ഗൈസ് ഇരിക്കുന്നത്, കണ്ടോ? മടിയിലിരുന്നു. പിന്നെ നമ്മുടെ നന്ദു എൻ്റെ മടിയിലിരിപ്പുണ്ട് ഗൈസ്. സമയമുണ്ട്, നമ്മുടെ വർഷേച്ചിയുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് പറയുക ഗായ്സ്, നമ്മൾ ഓട്ടോയിലാണ് ഗായ്സ് പോകുന്നത് എന്നൊക്കെയാണ്. ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചേർത്തല എത്തിയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് വന്നതാണ്. ജസ്റ്റ് ഒന്ന് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. നമ്മൾ പോയത് നമ്മുടെ പച്ചില എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ്. ചേർത്തലയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങി
ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇവിടെ പാട്ട് വെച്ചേക്കുന്നത് കൊണ്ട് ഇവിടുത്തെ വോയിസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് നമുക്ക് വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇവിടെ വന്നിരുന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഗൈസ്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഒക്കെയാണ്, അടിപൊളിയാണ്. ഫുഡും അത്യാവശ്യം കൊള്ളാം. നമ്മൾ ഓർഡർ ചെയ്തത് ഷവർമ്മയായിരുന്നു. അവിടെ നിന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ വോയിസ് ഒന്നും കൊടുക്കാത്തതിൻ്റെ കാരണം ആദ്യം തന്നെ പറഞ്ഞല്ലോ, അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അതാണ് ഞാൻ വോയിസ് ഒന്നും ഇതിൻ്റെ കൂടെ ആഡ് ആക്കാത്തത്. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് തന്നെയാണ്, വോയിസ് ഓവർ കൊടുക്കാം. ഇവിടെ നിന്ന് പറഞ്ഞാലും പാട്ട് ഉള്ളത് കൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരും എന്നൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ആ പുറകിലുള്ള പെണ്ണിൻ്റെ അടുത്ത് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മെനു വന്നു ഗൈസ്. ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ മെനു നോക്കുന്നത്. അപ്പോഴാണ് ഞാൻ രശ്മി ചേച്ചിയും പറയുന്നത് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളം വന്നിട്ടുണ്ട്. വെള്ളം കണ്ടപ്പോൾ ഞാൻ ഈ ആക്രാന്തം പിടിച്ച് കുടിക്കുന്നതിൻ്റെ കാര്യം, വന്നതിന് ശേഷം ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതാണ് നമ്മൾ പുറത്തോട്ട് പോകാൻ ഇറങ്ങിയത്. അതാണ് വെള്ളം കിട്ടിയ ഉടനെ തന്നെ ഞാൻ കുടിക്കുന്നത്. നമ്മുടെ അനിയൻ ചേച്ചിയും വെള്ളം കുടിക്കാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫുഡ് വരാൻ വേണ്ടിയിട്ട്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇവിടോട്ട് വരുന്നത്. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ആ ചേട്ടൻ കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. ഞാൻ പ്ലേറ്റ് ഷവർമ്മയാണ് പറഞ്ഞത്, ബാക്കി എല്ലാവരും റോളാണ് പറഞ്ഞത്. പ്ലേറ്റ് ഷവർമ്മയും മറ്റേ ഷവർമ്മയും അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി വൈസ് കുറവുള്ള പോലെ തോന്നി. അതായത് പ്ലേറ്റിൻ്റെ അല്ല, റോളിൻ്റെ. നമ്മുടെ ഹരിപ്പാട് ഇതിലും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് ഗൈസ്. പക്ഷേ ടേസ്റ്റ് വൈസ് കൊള്ളായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് രശ്മി ചേച്ചി കഴിക്കുന്നുണ്ട്, നമ്മുടെ നന്ദു കഴിക്കുന്നുണ്ട്, സമയമുണ്ട്. ഫുഡ് കിട്ടിയപ്പോൾ എല്ലാവരും ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് തട്ടുന്നുണ്ട്. ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ വീണ്ടും പറയുന്നത് ഗൈസ്, നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി കൈ കഴുകാൻ വേണ്ടി പോവാണ്. ഞാനാണ് അവസാനം ഫുഡ് കഴിച്ച് എണ്ണീറ്റത്, കാരണം പ്ലേറ്റ് കഴിച്ച് വരാൻ ഞാൻ കുറച്ച് സമയം എടുത്ത് ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് നേരെ പോയി കൈ കഴുകി അവിടെ ഇരുന്ന് നമ്മൾ വേറൊരു പ്ലാനും കൂടി ഇട്ട് ഗൈസ്, വേറൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, തൊട്ടപ്പുറത്തുള്ള അടുത്തൊരു സ്പോട്ടാണ്. നമ്മളിവിടുന്ന് ജ്യൂസും കാര്യങ്ങളൊന്നും കുടിക്കാത്തതിൻ്റെ മെയിൻ കാര്യം അത് തന്നെയായിരുന്നു. ബില്ല് വാങ്ങിച്ച് നമ്മൾ പൈസയും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇവിടുത്തെ ഫുഡ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമുക്കൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ചേർത്തല KSRTC സ്റ്റാൻഡ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റോഡിൽ നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിതേ വന്നേക്കുന്നത് ഇങ്ങോട്ടാണ് ഗൈസ്, പോക്കറ്റ് ഡിന്നറിലോട്ടാണ്. ഇതും ചേർത്തലയിലുള്ളവർക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന സ്ഥലമായിരിക്കും പോക്കറ്റ് ഡിന്നർ. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്, കഫേ എന്നൊക്കെ പറയാം. ഇവിടെ വന്നിരുന്ന് നമ്മൾ സെറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടൻ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ജ്യൂസും ഞാനൊരു മൊജിറ്റോ ഒക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കും. നമ്മുടെ സമയത്ത് അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങളത് ഓരോരുത്തരായിട്ട് അവിടെയൊക്കെ പോയിരുന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. എന്നാൽ ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലമാണ് ഗൈസ്. പക്ഷെ വൈകുന്നേരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വെട്ടത്തിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു ഗൈസ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ചേർത്തലയിലുള്ള പോക്കറ്റ് ഡിന്നറിലാണ്. വൈകുന്നേരത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ അടിപൊളിയാണ്. ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ഗൈസ്. ഇനി ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല, ഞങ്ങൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ജ്യൂസൊക്കെ കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് അതിൻ്റെ റിവ്യൂ പറയാം. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സമിക്കും നന്ദൂനും ഓറഞ്ച് ജ്യൂസ്, നമ്മുടെ രശ്മി ചേച്ചിക്ക് പൈനാപ്പിൾ ജ്യൂസും, നമ്മുടെ അനിയന് ചേച്ചി ഒരു ലൈമും ആണ് ഓർഡർ ചെയ്തത്. നമ്മുടെ വർഷേച്ചി ഓർഡർ ചെയ്തില്ല ഗൈസ്. വർഷേച്ചിക്ക് തൊണ്ടയ്ക്ക് വേദനയാന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഓറഞ്ച് ജ്യൂസിന് കുറച്ച് കയ്പുണ്ടായിരുന്നു ഗൈസ്, ഒത്തിരി അല്ല, ചെറിയ രീതിയിലുള്ള ഒരു കയ്പുണ്ടായിരുന്നു. ലൈമിനും ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഒരു പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ആണ്. അടിപൊളിയായിരുന്നു ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ മൊജിറ്റോ അഡിക്റ്റാണ് ഗൈസ്. എവിടെ ചെന്നാലും ഞാൻ മൊജിറ്റോ മാത്രമേ പറയത്തുള്ളൂ. അതും പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് മാത്രമേ പറയത്തുള്ളൂ. എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ. ജ്യൂസ് കുടിക്കൽ കഴിഞ്ഞ് പിന്നുള്ളത് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഗൈസ്. അമ്മി നമ്മുടെ നന്ദുവിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന് മുമ്പേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ രശ്മി ചേച്ചി ഫോട്ടോ എടുത്തു, നമ്മുടെ വർഷേച്ചി പോയി ഫോട്ടോ എടുത്തു. ഇപ്പം ഇവിടെ എല്ലാവരും നിരന്നിരിപ്പുണ്ട്. ജ്യൂസ് കുടിക്കലൊക്കെയാണ്. ഞാൻ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജ്യൂസ് കുടിക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് ഇവിടെ ഇങ്ങനൊരു സാധനം ഉള്ളത് കണ്ടത്. വേറെ ഒന്നും അല്ലാതെ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്, അതിൽ നിറയെ മീനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വെളിയിൽ നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓട്ടോ പിടിക്കാനാണ് പോകുന്നത്. ഇത് വലിയൊരു പ്രശ്നമായി മാറി ഗൈസ്. നമ്മൾ കയറിയ ഓട്ടോ എല്ലാം നമുക്ക് പണി തന്നു ഗൈസ്. എനിക്ക് ഒരു ചമ്മലൊക്കെ പറ്റിയിട്ടുണ്ട്. അതേതായാലും ഞങ്ങൾ ഇതിൽ കാണും.
ആരും എന്നെ കളിയാക്കരുത് ഗൈസ്. എനിക്ക് ആർക്കും ഒരു അബദ്ധം പറ്റാലോ, ഏതൊരു പോലീസുകാരനും അബദ്ധം പറ്റാലോ. ഇതാണ് എനിക്ക് പറ്റിയ അബദ്ധം. ഗൈസ്, ഞാനൊരു മൊയൊക്കെ കിട്ടിയിട്ട് തിരിച്ചു പോവാണ്. എന്തോ സംഭവം എന്ന് വെച്ചാൽ ഓട്ടോ വന്നപ്പോൾ ഞാൻ കൈ കാണിച്ചു ഗൈസ്. ആ അങ്കിൾ സ്ലോ ആക്കുന്ന കണ്ടോട്ട് ഞാൻ കരുതി നമുക്ക് വേണ്ടി സ്ലോ ആക്കിയതാണ്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു ഗൈസ്. ആ അങ്കിൾ അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി സ്ലോ ചെയ്തതാണ്. പിന്നെ അവിടുന്ന് വേറൊരു ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങൾ ദേ പി ജിയിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും ഓട്ടോയിലിരുന്ന് അവരതും പറഞ്ഞ് ചിരിക്കുമായിരുന്നു. നമ്മൾ ദേ നമ്മുടെ പി ജിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും വീണ്ടും നിരനിരയായി ഇറങ്ങി വരുന്നുണ്ട്. വളരെ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയ വീഡിയോ ആണ്. നമ്മുടെ ചേച്ചിമാരെല്ലാം ഈ വീക്ക് വീട്ടിൽ പോകും. ഞാനിപ്പം വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ദിവസം നമ്മൾ ഫ്രൈഡേ ആണ് പോയത്. മൺഡേ തൊട്ട് അവർ ഓരോരുത്തരായിട്ട് വീട്ടിലോട്ട് പോയി തുടങ്ങും. നമ്മൾ നല്ല എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. നമ്മളല്ലെങ്കിലും എവിടെ പോയാലും നല്ല എൻജോയ്മെൻ്റ് ആണ്. എവിടെ പോയിട്ട് വന്നാലും നല്ല ഓർമ്മകളുമായിട്ടാണ് തിരിച്ചു വരുന്നത്. എന്നും ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും ഗൈസ്. ഈ സമയത്തെ ഓർമ്മകളായിരിക്കും നമ്മൾ പിന്നീട് ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയ നല്ല ഓർമ്മകൾ. ഏതായാലും ചേച്ചിമാരെല്ലാം പോയി നല്ല ജോലിയൊക്കെ കിട്ടി സെറ്റാകട്ടെ. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഞാനും അന്യന ചേച്ചിയും വർഷ ചേച്ചിയും നന്ദുവും കൂടെ ആയിരുന്നു ഒരുപാട് കൂട്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഗൈസ് ഞങ്ങളുടെ പി ജിയിൽ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ രശ്മി ചേച്ചി വന്നത്. രശ്മി ചേച്ചിയായിട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. ചേച്ചിയുമായിട്ട് നമ്മളിവിടെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും വൈൻഡപ്പ് ഞാൻ മോളിൽ ചെന്നിട്ട് പറയാമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ മോളിൽ ചെന്നിട്ട് വൈൻഡപ്പ് നോക്കും. അപ്പോൾ നമ്മളിതേ എല്ലായിടത്തും പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഞങ്ങൾ എല്ലാവരും പുറത്തു വന്ന വീഡിയോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു വീഡിയോ അവര് പോകുന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയെന്ന് തരത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. കുറെ നാളുകൊണ്ട് വിചാരിക്കുകയാണ് എല്ലാവരുമായിട്ടൊന്ന് പോകണമെന്ന്. ഇപ്പൊ ചേച്ചിമാരെപ്പോഴും പറയുമ്പോഴും ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് മുടക്കം അറിയാതുള്ളത്. പോവാൻ നേരം എന്തെങ്കിലുമൊക്കെ പറയും എപ്പോഴും. അപ്പൊ ഏതായാലും ഇന്ന് നമ്മള് പോവാന്ന് തന്നെ വിചാരിച്ച് അങ്ങനെ പോയതാണ്. അപ്പം എന്താ പറയാ, അവര് പോകുന്നതിന് നമുക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ്. എന്നാലും അവര് പോയി എന്താ പഠിച്ചു കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ കിട്ടി 3 പേര് സെറ്റായിട്ട് നിൽക്കട്ടെ. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാണ് അവർക്ക് ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല ജോലിയൊക്കെ കിട്ടി പുറത്തൊക്കെ പോയി സെറ്റാവട്ടെ. വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. നമ്മുടെ ചാനൽ ഇപ്പൊ 2.3K വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമ്മളെ വീണ്ടും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.